ഹായ്, എല്ലാവർക്കും പിറവം 360 എന്ന നമ്മുടെ ചാനലിനായിട്ട് സ്വാഗതം. പിറവം മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മളിടുന്ന എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾ വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തതിന് ഞങ്ങളെല്ലായ്പ്പോഴും കടപ്പെട്ടവരാണ്. ഇന്നു മുതൽ നമ്മൾ പിറവം മുനിസിപ്പാലിറ്റിയുടെ ഓരോ വാർഡ് തിരിച്ചും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വ്യൂ നോക്കാൻ പോവുകയാണ്. ഇന്ന് ഒന്നാമത്തെ വാർഡായ കക്കാട് വെസ്റ്റ് വാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം, മുമ്പുണ്ടായിരുന്ന വർഷങ്ങൾ, അതായത് 2020 നടന്ന ഇലക്ഷനിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അങ്ങനെ അതൊക്കെ ആൾക്കാർ മറന്നുപോയ കാര്യങ്ങൾ ആൾക്കാരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന്, ഇപ്പോഴത്തെ കാൻഡിഡേറ്റുകൾ ആരാണെന്ന് എന്നൊക്കെ ഒന്ന് നോക്കുന്ന ചെറിയൊരു വീഡിയോസാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് എല്ലാ വാർഡിനെയും ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. 1 മുതൽ 28 വരെയുള്ള എല്ലാ വാർഡിൻ്റെയും ഇതുപോലെയുള്ള എപ്പിസോഡുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കക്കാട് വെസ്റ്റ് ഒന്നാമത്തെ വാർഡിനെ കുറിച്ച് നോക്കാം. പിറവം നഗരസഭയിലെ ഒന്നാമത്തെ വാർഡാണ് കക്കാട് വെസ്റ്റ്. ഇവിടെ മുമ്പുണ്ടായിരുന്ന വോട്ടർമാർ 846 ഒരു 11 പേരെയും കൂടെ ഇപ്രാവശ്യം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 857 ആണ് ആകെ വോട്ടർമാരുടെ എണ്ണം. ഇതിൽ തിരുത്തലുകൾ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല, ഒഴിവാക്കലുകളും ഉണ്ടായിട്ടില്ല. കൂടാതെ പ്രവാസി വോട്ടർ പട്ടിക അവൈലബിളും അല്ല. പോളിംഗ് സ്റ്റേഷൻ ഗവൺമെൻറ് UPS കക്കാട് തെക്ക് ഭാഗമാണ്. ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ്. 2022 ഇവിടെ എന്താണ് നടന്നത് നോക്കുകയാണെങ്കിൽ 2022 ഇവിടെ ആകെ 4 സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രശാന്ത് R, ബാബു, സഹദേവൻ, രവീന്ദ്രൻ, ഇങ്ങനെ LDF, UDF, BJP, പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 4 സ്ഥാനാർത്ഥികളായിരുന്നു ഒന്നാം ഡിവിഷനിൽ കക്കാടിൽ ഉണ്ടായിരുന്നത്. അവിടെ പ്രശാന്ത് R 311 വോട്ടും, ബാബു 260 വോട്ടും, സഹദേവൻ 94 വോട്ടും, രവീന്ദ്രൻ 68 വോട്ടുമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 311 വോട്ട് വാങ്ങി INC വിജയിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ശ്രദ്ധേയമായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി 94 വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 311 വോട്ട് മേടിച്ച് പ്രശാന്ത് R അവിടെ വിജയിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എത്ര സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത്, അവർ ആരൊക്കെയാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സോഫിയ ഷാജു, ടെലിവിഷൻ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അതുപോലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷീജ ചാക്കോ, കൈ അടയാളത്തിലാണ്. അതുപോലെ NDA സ്ഥാനാർത്ഥിയായി സിമി രാജീവ്, താമര അടയാളത്തിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഇപ്രാവശ്യം ഇവിടെ 3 മുന്നണികളുടെയും ഓരോ സ്ഥാനാർത്ഥികളാണ് ഉള്ളത്.